നിന്നെക്കുറിച്ചേ അവക്ക് വലിയ അഭിപ്രായമോ. അവളുടെ ഭാഷ പറഞ്ഞ ലോകത്തിലെ ഏറ്റവും കരുത്തനായ മനുഷ്യൻ നീയാ. രാവിലെ ഓട്ടോ വരുമെന്ന് പറഞ്ഞത്, ബാക്കിയെല്ലാം കൃത്യമല്ലേ? അയാൾ എൻ്റെ അടുത്ത് തരുന്ന പാഴ്സൽ ഞാൻ കൃത്യസമയത്ത് അവിടെ എത്തിച്ചോളാം. ഡാ ആ പാഴ്സലിന് അത്ര നിസ്സാരമായിട്ട് നീ കാണണ്ട. കോടിക്കണക്കിന് രൂപയുടെ വിലയുണ്ട് അതിന്. ഇന്ത്യയിലെ നിരോധിക്കപ്പെട്ട മയക്കുമരുന്നുകളാണ് അതില്. അതാണ് നീ കൊണ്ടുപോകുന്നത്. എന്താടാ, ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ ചെയ്യാം. എന്ത് റിസ്ക് ഉണ്ടെങ്കിലും ഞാനത് മറികടന്നോളാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ. പിന്നെ പോലീസിനെ അറിയിക്കാനോ നേരിട്ട് അന്വേഷിക്കാനോ ഉള്ള മണ്ടത്തരമൊന്നും നീ കാണിക്കില്ലെന്നാണ് എൻ്റെ വിശ്വാസം. നീ ശ്രമിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അങ്ങനെ തെരഞ്ഞെത്തിയാൽ ചത്തു കിടക്കുന്ന നിന്റെ ഭാര്യയെ നീ കാണും. അതും നിനക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥയിൽ. മനസ്സിലായോ? ഞാൻ പോലീസിൽ പറയുന്നില്ല, ഒരു മൂവ്മെന്റ് നടത്തില്ല. സത്യം. നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ അനുസരിച്ചോളാം. അതാണ്. നന്ദിനിക്കൊന്നും സംഭവിക്കാതിരുന്നാൽ മാത്രം മതി, പ്ലീസ്. അപ്പോ ഓക്കെ, എല്ലാം കൃത്യമായി ചെയ്ത് തീർത്ത ശേഷം നിന്നെ ഞാൻ വിളിക്കാം. നീ വാക്ക് പാലിച്ച ഞാനും എൻ്റെ വാക്ക് പാലിക്കും. അവൻ വരും. നിന്നെ തിരക്കി അവനിപ്പോ വരും. അവൻ വരുന്ന എങ്ങനെയാണെന്നറിയോ? ഞാൻ അവനെ ഏൽപ്പിച്ച ജോലികൾ മുഴുവൻ ചെയ്തു തീർത്തിട്ട് നിന്നെ കൂട്ടിക്കൊണ്ടുപോവാൻ. പക്ഷെ അവൻ കൂട്ടിക്കൊണ്ടുപോവാൻ വരുമ്പോ നീ ഇവിടെ ജീവനോടെ ഉണ്ടാവില്ല. അവന് കാണാൻ പറ്റാത്ത കാഴ്ചയിലായിരിക്കും നീ ഇവിടെ ഉണ്ടാവാന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് ഞാൻ പാലിക്കും. മനസ്സിലായോ? വരെ ഞാൻ കണ്ട പെൺകുട്ടികളില് കുടുംബസ്നേഹവും മറ്റുള്ളവരോടുള്ള കാരുണ്യവും ഒക്കെ ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്നവളായിരുന്നു നന്ദിനി. ഇത്തരമൊരവസ്ഥയിൽ അവൾ എങ്ങനെ പെട്ടുപോയെന്ന് എനിക്കറിയില്ല. സൂര്യ അവളെ ഇപ്പൊ സ്നേഹിക്കുന്നത് സത്യസന്ധമായിട്ടാണ്. അവന്റെ ജീവിതത്തിൽ അവൾ ഉണ്ടാവണം. അതിന് നന്ദിനി തിരിച്ചു വന്നേ പറ്റൂ. അവൾക്കൊന്നും സംഭവിക്കരുത്.